വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് ഫസ്റ്റ് സെം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ വാർസ് ഓഫ് ദ റോസസ് ആൻഡ് റിസൾട്ട് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദ വാർ ഓഫ് ദ റോസസ് എന്നുള്ളത് ഇംഗ്ലണ്ടിലുണ്ടായിട്ടുള്ള സിവിൽ വാർസ് എന്നുള്ള ഒരു ഫോട്ടായിരുന്നു, ഒരു പോരാട്ടമായിരുന്നു. ഏതിനു വേണ്ടിയിട്ട്? ഇംഗ്ലീഷ് ത്രോണിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള ഒരു സിവിൽ വാർ ഫോട്ടാണ് ഈ ഒരു വാർ ഓഫ് ദ റോസസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് രണ്ട് റോയൽ ഹൗസിനിടയിലുള്ള രണ്ട് എതിരാളികളായിട്ടുള്ള ബ്രാഞ്ചസാണ് ഈ ഒരു പോരാട്ടം നടത്തിയിട്ടുള്ളത്. അതിലൊരു ബ്രാഞ്ച് എന്നുള്ളത് ഹൗസ് ഓഫ് ലാങ്കസ്റ്റർ ആൻഡ് ദ അനദർ വൺ ഹൗസ് ഓഫ് യോർക്ക്. ഈ ഒരു വാറിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡൈനാസ്റ്റിക് റിവൽറി. രണ്ട് ഹൗസും എന്നുള്ളതും കിങ് എഡ്വാർഡ് തേർഡിൻ്റെ പിൻഗാമികളായിരുന്നു. അവർ രണ്ട് ഹൗസസും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ത്രോണിന് വേണ്ടിയിട്ട്, ആ ഒരു സിംഹാസനത്തിന് വേണ്ടിയിട്ട് അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഹെൻറീൻ്റെ ഭരണം എന്നുള്ളത് മെൻ്റലി അൺഫിറ്റായിരുന്നു. അതുപോലെ തന്നെ എക്കണോമിക് ഹാർഡ്ഷിപ്പ്, ഈ ഒരു സമയത്ത് എന്തായിരുന്നു? സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 100 years വാർ, പ്ലാഗ്സ്, ഇങ്ങനെയുള്ള കാരണമായിട്ട് കൺട്രിയിൽ എക്കണോമിക് ഹാർഡ്ഷിപ്പ് ഉണ്ടായിട്ടുള്ള സമയമാണ്. ഇതൊക്കെയാണ് ഈ ഒരു വാറിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്നുള്ളത്. ഇനി ഈ ഒരു വാർ കാരണമായിട്ടുള്ള ഫൈനൽ റിസൾട്ട് എന്നുള്ളത് ഹെൻറി ആണ് പിന്നീട് കിങ് ആയിട്ട് മാറുന്നുള്ളത്. അതുപോലെ തന്നെ ട്യൂഡർ ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹെൻറി പറയുന്നുള്ള കിങ് യോർക്കിലെ എലിസബത്ത് ക്യൂണിനെ മാരി ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 houses യുണൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു കോൺഫ്ലിക്റ്റിൻ്റെ എൻഡിങ് ആയിട്ടാണ് സിംബൽ ചെയ്യുന്നുള്ളത് ഈ ഒരു മാരേജ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വാർ മാർക്ക് ചെയ്യുന്നുണ്ട് എൻഡ് ഓഫ് ദ മിഡീവൽ പീരീഡ്. ഈ ഒരു വാറോട് കൂടി മിഡീവൽ പീരീഡ് കഴിയുകയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഏർലി മോഡേൺ ഇംഗ്ലണ്ട് ബിഗൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വാറിൻ്റെ എഫക്റ്റ് എന്നുള്ളത് ഒരുപാട് പ്രഭുക്കൾ ഈ ഒരു വാറിൽ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രഭുക്കളുടെ അധികാരം കുറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോയൽ പവറാണ് കേന്ദ്രീകരിക്കുന്നുള്ളത്. ട്യൂഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മൊണാർക്കിനെ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. ഇനി കൾച്ചറൽ ഇമ്പാക്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു വാർ കാരണമായിട്ട് ലിറ്ററേച്ചറിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഷേക്സ്പിയേഴ്സിൻ്റെ ഹിസ്റ്ററിയിലുള്ള പ്ലേസ് പോലെ ഒരുപാട് ലിറ്ററേച്ചറിൽ ഈ ഒരു വാർ എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വാർ ഓഫ് ദ റോസസ് എന്ന ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ കണക്റ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ദിസ് ചാനൽ.